കൊട്ടാരക്കര ടൗണിൻ്റെ ഹൃദയഭാഗത്തുള്ള പഴയ നമ്മൾ ചന്തമുക്ക് മുനിസിപ്പൽ മൈതാനം, മുനിസിപ്പൽ സ്ക്വയർ എന്ന നിലയിൽ, ടൗൺ സ്ക്വയർ എന്ന നിലയിൽ വിപുലമായി ഇവിടെ പ്രവർത്തനം നടക്കുകയാണ്. ഇവിടെയാണ് ശ്രീ ബാലകൃഷ്ണ സാറിൻ്റെ, ആർ ബാലകൃഷ്ണ സാറിൻ്റെ പേരിലുള്ള സ്മാരകം ബിൽഡിംഗ് നേരത്തെ പറഞ്ഞത്, അതിപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മുഴുവൻ നേരത്തെയുള്ള സ്ഥലം തന്നെ സംരക്ഷിച്ച് വിപുലമായ പരിപാടികൾ, യോഗങ്ങൾ, പൊതുയോഗങ്ങൾ, കലാപരിപാടികളൊക്കെ നടത്താൻ പറ്റുന്ന തരത്തിലേക്ക് ആൾക്ക് വന്ന് ഇരിക്കാനും അത്യാവശ്യം ചെറിയ പരിപാടികൾ സംഘടിപ്പിക്കാനും ഒക്കെ പറ്റുന്ന തരത്തിലേക്കാണ് ഈ മുനിസിപ്പൽ ടൗൺ സ്ക്വയർ മാറുന്നത്. ഇതിനൊപ്പം ജിമ്മുണ്ട്. അതോടൊപ്പം തന്നെ ഈ ടൗണിൽ വരുന്നവർക്ക്, ഇവിടെ പരിപാടികൾക്ക് വരുന്നവർക്കും ഉപയോഗിക്കാനായിട്ടുള്ള വാഷ്റൂം, ടോയ്ലറ്റ് സൗകര്യങ്ങളെല്ലാം ഉണ്ട്. വളരെ വേഗത്തിലേക്കാർ നടക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഇതുവരെ ഉള്ളതിനേക്കാളും വളരെ നല്ല വലിയ നഗരങ്ങളിലൊക്കെ ഉള്ളൊരു സാംസ്കാരിക കേന്ദ്രം പോലെ, മൈതാനം പോലെ ഈ മൈതാനം മാറും. അതിനൊപ്പം 250 പേർക്ക് അതിലധികം ആളുകൾക്ക് ഇരിക്കാൻ പറ്റും. 250-300 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു AC ഹാള്, അത്യാവശ്യം കൺവെൻഷൻസും യോഗങ്ങളും ഒക്കെ ചേരാനുള്ള ഹാളാണ് സ്മാരകത്തിനകത്ത് വരിക. വളരെ മനോഹരമായും ഉപയോഗപ്രദമായ ഈ കാര്യങ്ങൾ മാറും. ഇതിനൊപ്പം തൊട്ടുമുമ്പ് ഞങ്ങൾ മാർക്കറ്റിൻ്റെ നിർമ്മാണം നോക്കിയിരുന്നു. മാർക്കറ്റിൻ്റെ ആദ്യഘട്ടം ഇപ്പോൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയും. 2 ഘട്ടങ്ങളാണ്. അതിൻ്റെ ആദ്യത്തെ മത്സ്യ മാർക്കറ്റിൻ്റെ ഭാഗമെല്ലാം പൂർത്തീകരിച്ചു. അത് ഉടൻ തന്നെ ഉപയോഗപ്രദമാക്കാൻ ഉദ്ഘാടനം ചെയ്യാൻ, നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യാവുന്ന സ്ഥിതിയിലേക്ക് അത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നഗരത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ, ധാരാളം ജനങ്ങൾ വരുന്ന സ്ഥലങ്ങളിലെല്ലാം കൂടുതൽ സൗകര്യപ്രദമായ സംവിധാനങ്ങളും ഓഫീസുകളും കെട്ടിടങ്ങളും മാർക്കറ്റും ഒക്കെ വരികയാണ്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ നഗരത്തെ സംബന്ധിച്ച്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ കുറച്ച് ആ പഴയ കെട്ടിടം അല്ലാതെ തകർച്ചയിലായിരുന്നു. അത് മാറ്റി പുതിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പണിയുന്നു. മുനിസിപ്പാലിറ്റി പണിയുന്ന പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതും അതിവേഗം പൂർത്തീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ നടക്കുകയാണ്. അപ്പോൾ നഗരത്തിനകത്ത് വരുന്ന സാധാരണ ജനങ്ങൾക്ക് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട യാത്രയായാലും കമ്പോളത്തിൽ പോകുന്നതായാലും അത്യാവശ്യം പരിപാടികളിൽ പങ്കെടുക്കാൻ, പൊതുപരിപാടികളിൽ പങ്കെടുക്കാനും ഒക്കെ പറ്റുന്ന തരത്തിലേക്കുള്ള സൗകര്യങ്ങൾ നന്നായി നമുക്ക് ഇവിടെ രൂപീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ കഴിയും. ഇതിനൊപ്പം വലിയ പദ്ധതികൾ വേറെ നടക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർമ്മാണം ഉദ്ഘാടനം ചെയ്ത IT പാർക്ക് പോലെയുള്ള ധാരാളം തൊഴിൽ കിട്ടുന്ന, വികസനം ഉണ്ടാക്കുന്ന കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ ധാരാളം വരുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ നാടിൽ നല്ല മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്.